പെട്ടെന്ന് ഈ അമ്മ പറയുകയാണ്, എൻ്റെ മകനെ ഇല്ലാതാക്കിയത് നീയാണ്, നീയല്ലേ കുഴിച്ചു മൂടിയത് അവൻ ഇല്ലാതായതോടുകൂടി എൻ്റെ വരുമാനം നിലച്ചു, എനിക്കിപ്പോൾ വീട്ടു ചിലവിന് പോലും കാശ് തരാൻ ആളില്ല, ഞാൻ ഇനി എങ്ങനെ ജീവിക്കും, ഈ പ്രായം ആയ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും. അതായത് ഈ അമ്മ ഒരു ഘട്ടത്തിൽ മറ്റേ മൂത്ത മകൻ്റെ മർദ്ദനത്തിൽ ഒരു മാനസിക പ്രയാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ മകനിലൂടെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു വരുമാനമുണ്ട്. ആ വരുമാനം നിലച്ചതോടുകൂടി ഈ അമ്മ കൂടുതൽ പ്രതിസന്ധിയിലായി. കാരണം അവർക്ക് ദൈനംദിന ചിലവുകൾക്കുള്ള തുക കിട്ടുന്നില്ല. ഈ ഇളയ മകനാകട്ടെ അങ്ങനെ പണം കൊടുക്കുന്നുമില്ല. ഈ പല്ല് തേച്ചിരുന്ന സുഹൃത്ത് ഇത് കേട്ട് ഞെട്ടി. ഈ കുഴിച്ചുമൂടി എന്നുള്ളത് ഇവരുടെ അടുത്ത ബന്ധുവാണ്. അയാളും ഈ കരടി ഷാജിയുമായിട്ട് വളരെ ആത്മബന്ധമുള്ളൊരു സുഹൃത്താണ് ഈ ഇരിക്കുന്നത്. അനുജനുമായിട്ടും സൗഹൃദം ഉണ്ടെങ്കിലും കരടി ഷാജിയുമായിട്ടാണ് ഇയാൾക്ക് കൂടുതൽ ബന്ധം. ഇയാൾ ഞെട്ടി. ഇയാൾ ഈ വിവരം പോലീസിനെ അറിയിച്ചു. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടു, അമ്മയുടെ ഭാഗത്തു നിന്നാണ്, പൊന്നമ്മയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു വിവരം കേട്ടു എന്ന് ഈ ഇവരുടെ ബന്ധുവായ ആൾ സുഹൃത്ത് പോലീസിനെ അറിയിക്കുന്നു. പോലീസ് വരുന്നു. സജിൻ പീറ്ററെ വിശദമായി ചോദ്യം ചെയ്യുന്നു. സജിൻ പീറ്റർ ഒന്നും മിണ്ടുന്നില്ല. ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളൊരു മൊഴിയാണ് നൽകുന്നത്. അമ്മയെ വിളിച്ച് ചോദ്യം ചെയ്തു. അമ്മ കാര്യങ്ങളെല്ലാം തത്ത പറയുന്നത് പോലെ പറഞ്ഞു. അതായത് ഈ 2018 ഈ സംഭവം നടക്കുന്ന ദിവസം രാത്രി, ഓണക്കാലമാണ്, ഇവർ ഒരുമിച്ച് വീട്ടിലുണ്ടായിരുന്നു. രണ്ടുപേരും മദ്യപിച്ചിരുന്നു. അമ്മയെ തല്ലുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാക്കുതർക്കമുണ്ടായി. ഈ ഇളയ സഹോദരൻ സജിൻ പീറ്റർ കമ്പി വടി കൊണ്ട് ഈ ഷാജി പീറ്ററെ തലയിൽ അടിച്ചു. തുടർച്ചയായി ഉള്ള മർദ്ദനത്തിൽ കരടി ഷാജി മരിച്ചു. അപ്പോൾ തന്നെ സജിൻ അന്ന് രാത്രി തന്നെ ഈ വീടിനോട് ചേർന്ന ഒരു സ്ഥലത്ത് വലിയൊരു കുഴിയെടുത്ത് ആ കുഴിക്കുള്ളിൽ ഈ മൃതദേഹവും കമ്പിയും എല്ലാം നിക്ഷേപിച്ചു. എന്നിട്ട് ഈ കുഴി മൂടി എന്ന് മാത്രമല്ല, അടുത്ത ചില ദിവസങ്ങളിലായി അവിടെ ഈ സിമൻറ്റും മെറ്റലുമൊക്കെ കൊണ്ടുവന്ന് ഈ കുഴിയുടെ മുകൾ ഭാഗം കോൺക്രീറ്റ് ഇട്ട് മൂടി. നമ്മൾ ഈ ദൃശ്യം സിനിമയിലൊക്കെ കാണുന്നത് പോലെയാണ്. കോൺക്രീറ്റ് ഇട്ട് അത് മൂടിയതിന് ശേഷം ഏതാണ്ട് 2 അടി ഉയരത്തിൽ അതിന് മുകളിൽ സാധാരണ അവിടെയുള്ള മലമണ്ണ്, ആ പ്രദേശത്തെ മണ്ണ്, അത് വെട്ടി ഈ കോൺക്രീറ്റിന് മുകളിലിട്ടു. അതായത് ആരെങ്കിലും വന്നാൽ തന്നെ ഒറ്റ നോട്ടത്തിൽ അവിടെ എങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിയില്ല. മാത്രവുമല്ല ഈ ഇട്ട മണ്ണിന് മുകളിൽ ചെറിയ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഒരു സാധാരണ ഒരു നിരപ്പായ സ്ഥലം, ആ നിലയ്ക്ക് ആ സ്ഥലത്തിനെ മാറ്റിയെടുക്കുകയും ചെയ്തു.